ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ചെടിയിൽ നോക്ക് ആദ്യത്തെ ഒരു പൂവ്. അതെ, ഒരു പൂവായിട്ട് നല്ല കളറല്ലേ, കളറുണ്ട്. നിറച്ച് പൂവ് ഒരു വരണല്ലേ ചെടിയിൽ. ഇതിവിടെ ഒരു മുഗ് അല്ലേ? അപ്പൊ നമുക്ക് ഒരു ചക്ക പറിച്ചിട്ട് വരാം. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ചക്ക പറിച്ചിട്ട് എന്താക്കും നോക്കാം. കുമ്പള നോക്കാം. ഇന്നലെ കുമ്പള എന്താ അറിയില്ല, എൻ്റെ അടുത്ത് ചോദിച്ചു നോക്കണോ. കൊറേ കുമ്പള വെച്ചിന് ചക്ക പറിക്കാ പറഞ്ഞിട്ട് വരുമ്പോ കേട് വറുത്തുണ്ട്. തിന്നെ ഞങ്ങൾ ഇറക്കാൻ കൊടുത്ത എന്തിനു വല്ലത് ഒന്നായിട്ട് വരുന്നുണ്ടല്ലോ അത്. അയ്യോ, എന്ത് കാണോ, നല്ല രസമുണ്ട് ഇത് അല്ലേ. കേടൊന്നും വന്നിട്ടില്ലല്ലേ, നല്ല ഉണ്ട്. ഈച്ച ഇരുന്നെങ്കിൽ കുമ്മലിന് തിന്നാ പറയുന്ന അപ്പൊ അല്ലേ. അതെ, ഇപ്പൊ ഇതിൽ ഈച്ച ഒന്നും ഇരുന്നിട്ടില്ല. ഒരു 5-6 kg ഉണ്ടാവോ? ഇത് വേറെ അല്ലേ. അതെ, ഒരു ചിത്രം പിടിച്ച മാതിരി ഉണ്ടല്ലേ. അതെ, നല്ല കുമ്പളാണ് അല്ലേ. എന്താ അറിയില്ല, മുട്ട് അല്ലേ. മുട്ട് പോണോ, കുറച്ച് അങ്ങോട്ട് പോണോ ചക്കക്ക്, നമുക്ക് അങ്ങോട്ട് പോകാം. അതെ, അപ്പൊ ഏണി കിട്ടിയത് ചക്ക പറിക്കാൻ ഇങ്ങനെ വെച്ചിട്ട്. അതെ അതെ, ഇവിടെ ഒരങ്ങള് കയറാലോ. ആവോ വലട്ടത് കെട്ടിണ്ട വലുതായപ്പോ കാപ്പി. അതെ, ഇപ്പൊ പറിച്ചിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ഇപ്പൊ 2 മാസത്തില് 1.5 മാസമായി വേഗം മഴ വന്നല്ലേ. ഒരു മാസം വെയിലുള്ള മാസം മഴ വന്നു. അതെ, അതുകൊണ്ട് കാപ്പി വന്ന. അതെ അതെ, നല്ലതാ, പച്ച കളർ കാണുന്നുണ്ട് എല്ലാം. നല്ല ആന വന്നെന്ന് പറഞ്ഞിട്ട് ഓട്ടിക്കൊണ്ടുണ്ടായി. അതെയാ, തോട്ടത്തിന്റെ ആൾക്കാർ. അതേ ഓർമ്മ അല്ലേ. അതെ, കുരുമുളകിന്റെ ഇത് വന്നല്ലേ തിരി നോക്ക് അല്ല വലട്ട. കുരുമുളകിന്റെ തിരി വന്നു. അതെ, പുതിയ തിരി. അതെ, ഇപ്പൊ മഴ വന്നല്ലേ, നല്ല തിരിയെല്ലാം പുതിയതായിട്ട് വാങ്ങി വന്നു. അതെ, നിറച്ചുണ്ട്. കറുത്തിട്ട് സാധനം കാണുമ്പോ ആന വിചാരിച്ചു. അതെ, കായ വിടാനായിട്ട് കണ്ടപ്പോ ഇതാ ഈ മരം കണ്ടത്, ചക്ക മരം ഇതവിടെ എത്തി. ചക്ക ഒന്ന് പറിക്കണം, മേലെ കയറണം, കുറച്ച് മേലെ കയറണം. നിലത്തിലുണ്ട്, മുകളിൽ കൊറേ ഉണ്ട്. ചക്ക ഉണ്ടാകും. അപ്പുറത്തത് പറിച്ചോ. കേറാൻ എങ്ങനെയും കേറിയല്ലേ, ഇറങ്ങാൻ ബുദ്ധിമുട്ട്. അതോടുണ്ട് ഗാന്ധാരി. അപ്പോൾ ഗാന്ധാരിയും പറിച്ചോളാം രസം ചക്കക്കിടാൻ. എല്ലാം നമുക്ക് തിന്നണ സാധനമല്ല ഈ കാട്ടിലേക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇത് ഒരുമാതിരി കാക്കച്ചപ്പു, എല്ലോ കുറേ ഐറ്റം ചപ്പു, പിന്നെ ഗാന്ധാരി, കാക്കച്ചപ്പു ഇതിവിടെ വരുന്നുണ്ട്. ാണ് ഇത് വന്ന് വലിയ ചക്ക അല്ലേ ഇത്. വലിയ ചക്ക നല്ല മൂത്തിന്. അതെ,
ഞാൻ അവിടെ പോയിട്ട് നമുക്ക് റെഡിയാക്കാം അല്ലേ? റെഡിയാക്കാം. ചോളെല്ലാം എടുത്തിട്ട് നന്നാക്കുമ്പോൾ വായെല്ലാം കൊണ്ടുവന്ന് ചോറ് വയ്ക്കാണോ ഇത്? ചോറ് വെക്കാനല്ല, ചക്ക ചെത്തി എടുക്കാൻ. ചെത്തിയിട്ട് ഇതിന് മേലെ വെക്കാം. അത് ശരി. ചെത്തി എടുക്കണം ചക്ക. ചെത്തിയ എളുപ്പല്ലേ ഇത് ഉള്ളെടുക്കാൻ. ഓ നല്ല കളർ വന്ന്. നല്ലുണ്ട്, അടിപൊളി ഉണ്ടല്ലോ ഇത്. ചെത്തിയുണ്ട് മുളഞ്ഞല്ല, ഇതാ മുളഞ്ഞ് നല്ലോണം ഉണ്ട്. അതിനല്ല ഇതിങ്ങനെ തുടച്ചെടുക്കും. കേട്ടെ മുളഞ്ഞ് ക്ലീനായല്ലേ? വായലും പച്ച, ഗീത ഇട്ട തുണിയും പച്ച, എല്ലാം പച്ച. പക്ഷേ ചക്ക ഇപ്പൊ വെളുത്തിട്ടായി പച്ച അല്ലാതെ. നല്ല ചോള. അതൊരു അഭ്യാസല്ലേ? ഫസ്റ്റ് ചക്ക കൊത്തിയപ്പാട് തിന്ന് നോക്കണേ. സൂപ്പർ. തിരിഞ്ഞ് നോക്കുമ്പോ തിന്നുണ്ട്. അതൊരു അഭ്യാസം. പച്ചച്ചക്ക ഇഷ്ടല്ലേ? അപ്പൊ അങ്ങനെ തിന്നണം. നേരാക്കിയോണ്ട് തിന്നോണ്ട് നേരാക്കണം. അതൊരു രസം. ഈസിയാവുന്നു. ഇപ്പൊ പാങ്ങ വരുന്നുണ്ടല്ലേ? ഇങ്ങനെ വരുന്നുണ്ടല്ലേ? അതെ. ഇതിനെ ഇത് എടുത്ത ആയല്ലേ പണിത്ത് ഒരേ എടുക്കണം. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവല്ലേ എന്താക്കണത്? എനിക്ക് ലേശം പൊടി കിട്ടി. ഇത്രയല്ലേ? പീസായിട്ട് അരിഞ്ഞെടുത്തിട്ട്. അതെ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ചിപ്സ് ആക്കാം. ചക്ക ചിപ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എടുത്തത്. അതെ. അപ്പം നമുക്ക് ചിപ്സിന് ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിപ്സ് ആക്കാം. ഉപ്പുപൊടിയും ഇട്ടിട്ട് നമുക്ക് പെനച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് പെനച്ച് വെക്കണം. അപ്പൊ ഞാൻ നല്ലോണം കയ്യെല്ലാം ഒന്ന് കഴുകിട്ട്. കയ്യെല്ലാം നല്ലോണം കഴുകണം. കാട്ടുകൂടെല്ലാം പോയിട്ട് വന്നതല്ല. അതെ. ചക്കയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം. കഴുകിയിട്ട് ഇതാ ഓട്ടപാത്രത്തേക്ക് ഇട്ടിട്ട് വെക്കും. പൊടി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് മതി. പാങ്ങിലൊന്ന് മിക്സ് ആക്കി വെക്കും. ഉപ്പ് പൊടിക്കാം. എരിവ് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടോളാം. അപ്പൊ ഞാൻ എരിവ് ആക്കുന്നില്ല. ഇങ്ങനെ ഉപ്പ് പൊടി മാത്രം ഇട്ടിട്ട് പെനച്ച് വെക്കുന്ന 10 മിനിറ്റ് ഇങ്ങനെ വെക്കാം. ആയി വെക്കാം. ഉപ്പിലിട്ട് വെച്ചിട്ട് 10 മിനിറ്റ് ആയി. അപ്പോൾ നമുക്ക്
റെഡിയാക്കാം അല്ലേ? റെഡിയാക്കാം. ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിപ്പോ അടുത്ത് പീടികകളൊന്നുമില്ല, പിന്നെ കയ്യിൽ ചിലപ്പോ പൈസ ഉണ്ടാവില്ല. അപ്പൊ എളുപ്പത്തിലാക്കാൻ പറ്റിയ ഒരു കടിയാണിത്. ചായക്ക് 4 മണിക്ക് പലഹാരം. അപ്പൊ എന്താ എണ്ണ ചൂടായി. ഇപ്പൊ നമുക്ക് കടി വേണം പറഞ്ഞാല് പെട്ടെന്ന് പോവാ, കാട്ടിൽ കയറാം. നമ്മള് പറയേണ്ട അടുത്തുള്ള ചക്ക ഉണ്ടാവും, വീട്ടിന്റെ അടുത്ത് ചക്ക ഒന്ന് പറിച്ചു കൊണ്ടിട്ട് ഇതുമാതിരി ആക്കിയാലേ കുട്ടികൾക്കും കൊടുക്കാം അല്ലേ? അപ്പൊ നമ്മളാക്കുമ്പോ നമ്മൾ നീറ്റായിട്ട് ആക്കും. അതെ, നീറ്റായിട്ട് ആക്കൂ. എണ്ണയിലാക്കുന്നത് എണ്ണ ചൂടായി. കുറച്ച് ഇപ്പൊ നമ്മൾ ഇങ്ങനെ വെക്കണം. അപ്പൊ അത് അങ്ങനെ കടന്ന് റോസ്റ്റാകും. അത് റോസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ചക്ക കുറച്ച് വണ്ണുണ്ടല്ലേ, വണ്ണുള്ളത് കൊണ്ട് കുറച്ച് നേരം. തെളിവ് ചക്ക ആണെങ്കിൽ അത് പെട്ടെന്നായി. 2 കരിവേപ്പിന്റെ ഇല പറിക്കണേ. ഇത് കുറച്ച് റോസ്റ്റ് ചെയ്യണ്ട, കുറച്ചും കൂടെ ആവണം. അപ്പൊ ഇങ്ങനെ ആവുമ്പോ നമുക്ക് ഈ കരിവേപ്പിന്റെ ഇല ഇട്ട് കൊടുക്കാം. കരിവേപ്പിന്റെ ഇലയും കൂടി മുരിഞ്ഞ് വരുമ്പോ അതിന്റെ നല്ല മണം ഉണ്ടാവും അല്ലേ? എല്ലാം ഫ്രഷ് അല്ലേ ഇത്? ചക്ക ഇപ്പൊ പറിച്ച, കറിവേപ്പിലയും ഇപ്പൊ മരത്തുനിന്ന് പറിച്ച. കരിവേപ്പിന്റെ ഇല ഇട്ടപ്പോ ആ ചക്കേന്റെ ഒപ്പറോ നല്ല മണം വരുന്നുണ്ട്. ആയി, ഇനി ഇതെടുക്കാം. എനിക്ക് പാല്, എനിക്ക് ചായ എടുത്തല്ലേ? അതെ, നമ്മുടെ ചിപ്സ് റെഡി. നല്ല ചില്ലി മാതിരി ആയില്ല. തിന്നോക്കാം. അടിപൊളി. ഇത് നല്ല കറുമുറുവായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് കൂടിയുണ്ട് അല്ലേ? വീട്ടിലുള്ള പഴയത് ഒരു ടേസ്റ്റ് വേറല്ല, ഒരു കുമ്പ് വേണം. ഇത് സ്പെഷ്യലാ. അതെ, നല്ല സൂപ്പറായി. ആ കരിവേപ്പിന്റെ ഇലയും കറിവേപ്പിലന്റെ മണോ, അതെ, നമ്മുടെ ആ പുതിയ എണ്ണയും പാങ്ങായിന് നല്ല മണമുണ്ട്. അതെ, സൂപ്പറുണ്ട് ചായ കൂട്ടാണ്. സൂപ്പർ അടിപൊളി. അടിപൊളി ഗീത പറഞ്ഞ മതി, സൂപ്പർ അടിപൊളി. നല്ലുണ്ട് ചായക്ക്. ഈ മഴക്കാലത്തേക്കല്ല, തണുപ്പ് ടൈമൊക്കെ ഇങ്ങനത്തെ എല്ലാം ആക്കിയിട്ട് ചൂട് തിന്നാൻ പാങ്ങ് ചായ ഉണ്ടപ്പോൾ കൂട്ടി തിന്നാണ്. വൈകുന്നേരത്തിന് കടിയായി. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കി, ഷെയർ ആക്കി, സബ്സ്ക്രൈബ് ആക്കി. ബൈ.